ഇൻഫോടെയിൻമെന്റിലേക്ക് തിരികെ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള ഒരു വീടിനെ കുറിച്ചാണ്. ഒരിക്കൽ നിങ്ങൾ കരച്ചിലേക്ക് പ്രവേശിച്ചാൽ അത് ഒരിക്കലും തിരികെ ലഭിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിങ്ങൾ തയ്യാറാണയാ? നമുക്ക് പേയാകാം. അയോവയിലെ വില്ലിസ്ക എന്ന ചെറിയ പട്ടണത്തിൽ ഒരു നൂറ്റാണ്ടിലേറെയായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ഭീകരമായ കുറ്റകൃത്യത്തിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലായി ഒരു വീട് നിൽക്കുന്നു. വില്ലിസ്ക കോടാലി കൊലപാതകങ്ങളുടെയും തുടർന്നുള്ള വേട്ടയാടലുകളുടെയും കഥയാണിത്. 1912 ജൂൺ 9 രാത്രി ജോസിയും സാറാ മൂറും അവരുടെ 4 മക്കളായ ഹെർമൻ, കാതറിൻ, ബോയ്ഡ്, പോൾ എന്നിവരും സന്ദർശകരായ 2 കുട്ടികളായ ലെനിയും ഇൻസ്റ്റില്ലിംഗറും ഒരു പള്ളിയിലെ ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷം ഉറങ്ങാൻ പോയി. രാവിലെ ആകുമ്പോഴേക്കും അവരെല്ലാം മരിച്ചിരിക്കും. ജൂൺ 10 മൂർ കുടുംബത്തിന്റെയും അവരുടെ യുവ അതിഥികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. അവർ ഉറങ്ങുമ്പോൾ കോടാലി ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം കൊലയാളി ഇരകളുടെ മുഖം തുണികൊണ്ട് മറച്ചതായും കൊലായുധം കണ്ണിൽ പെടാതെ ഉപേക്ഷിച്ചതായും ക്രൂരമായ കുറ്റകൃത്യം കാണിക്കുന്നു. സമഗ്രമായ അന്വേഷണവും സംശയാസ്പദമായ നിരവധി പേരുകളും ഉണ്ടായിരുന്നിട്ടും കേസ് തണുത്തുറഞ്ഞു. വില്ലിസ്ക പട്ടണത്തെ ഞെട്ടിച്ചും ഭീതിയിലും ആക്കി. വർഷങ്ങളായി ദുരന്തം നടന്ന വീട് പ്രേതബാധയുള്ളതായി പ്രശസ്തി നേടിയിട്ടുണ്ട്. സന്ദർശകരും പാരനോർമൽ പ്രേമികളും വിചിത്രമായ ശബ്ദങ്ങൾ, തണുത്ത പാടുകൾ മുതൽ ദൃശ്യങ്ങൾ, അസ്വാഭാവിക ശബ്ദങ്ങൾ വരെ വിചിത്രമായ സംഭവങ്ങളുടെ ഒരു ശ്രേണി റിപ്പോർട്ട് ചെയ്യുന്നു. മൂർ കുടുംബം അവസാന സായാഹ്നം ചെലവഴിച്ച സ്വീകരണമുറി പലപ്പോഴും കാൽപ്പാടുകളുടെയും വിദൂര ചിരിയുടെയും ശബ്ദത്തിൽ പ്രതിധ്വനിക്കുന്നു. കുട്ടികളെ കണ്ടെത്തിയ കിടപ്പുമുറികളിൽ യുവാത്മാക്കൾ ഇപ്പോഴും കളിക്കുന്നതുപോലെ സന്ദർശകർ ചിരിയും ചെറിയ കാൽപാദങ്ങളും കേൾക്കുന്നതായി അവകാശപ്പെടുന്നു. യഥാർത്ഥ ഫർണിച്ചറുകളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ഇപ്പോഴും ചിതറിക്കിടക്കുന്ന ഈ വീട് 20 നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ഒരു ടൈം ക്യാപ്സ്യൂളാണ്. ഈ വസ്തുക്കൾ ഭൂതകാലത്തിന്റെ ഊർജം ഉൾക്കൊള്ളുന്നതായി തോന്നുന്നു, വിശദീകരിക്കാനാകാത്ത പ്രതിഭാസങ്ങൾക്ക് തിരികൊളുത്തുന്നു. കൊലയാളിയുടെ ഒളിത്താവളമായിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്ന തട്ടിൻപുറം പ്രത്യേകിച്ച് അസ്വസ്ഥമാണ്. ഇവിടെ തുനിഞ്ഞിറങ്ങാൻ ധൈര്യമുള്ളവർ തങ്ങളെ നിരീക്ഷിക്കുന്നതുപോലെ ഒരു കനത്ത അടിച്ചമർത്തൽ വികാരം വിവരിക്കുന്നു. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഭീകരമായ ഒരു രാത്രിയുടെ ഭയാനകമായ സ്മാരകമായി വില്ലിസ്ക ആക്സ് മർഡർ ഹൗസ് നിലകൊള്ളുന്നു. ജോസിയുടെയും സാറയുടെയും കുട്ടികളുടെയും ആത്മാക്കൾ നീണ്ടുനിൽക്കുന്നതായി തോന്നുന്നു. സന്ദർശിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് അവരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. കൊലയാളിയുടെ ഐഡന്റിറ്റി ഒരു രഹസ്യമായി തുടരുമ്പോൾ വില്ലിസ്ക കോടാലി കൊലപാതകങ്ങളുടെ നിലനിൽക്കുന്ന പൈതൃകം സ്പഷ്ടമാണ്. ഭൂതകാലവുമായി ബന്ധപ്പെടാനും വിശദീകരിക്കാനാകാത്തത് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വീട് ഒരു ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുന്നു. വില്ലിസ്ക ആക്സ് മർഡർ ഹൗസ് അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. 1912 ദാരുണമായ സംഭവങ്ങൾ വില്ലിസ്ക പട്ടണത്തിൽ മായാത്ത മുദ്ര പതിപ്പിക്കുകയും അതിന്റെ കഥ കേൾക്കുന്നവരെ ആകർഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു. അമേരിക്കയിലെ ഏറ്റവും പ്രേതബാധയുള്ള വീടുകളിലൊന്നിന്റെ ഹൃദയത്തിലേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. വില്ലിസ്ക കോടാലി കൊലപാതകങ്ങളുടെ കഥ ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഇടയിലുള്ള നേർത്ത മൂടുപടം, മങ്ങാൻ വിസമ്മതിക്കുന്ന ചരിത്രത്തിന്റെ പ്രതിധ്വനികൾ എന്നിവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.